ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്. പക്ഷേ എന്താണ്, ഇന്ന് കുറച്ച് നമ്മളതിൽ ടാസ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നൊരു യൂണീക്ക് കണ്ടൻറ്റും ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു ടാസ്ക് ഉണ്ട്. എന്തൊക്കെയോ ടാസ്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളെ ഫസ്റ്റ് ടാസ്ക് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ കുറേ ഷീപ്പിനെ കൊല്ലണം ഗൈസ്. ഷീപ്പിനെ എന്ന് വെച്ചാൽ നമ്മളൊരു 10 ഷീപ്പിനെ നമ്മൾ കൊല്ലണം. അതിന് വേണ്ടി കുറച്ച് ക്രിയേറ്റീവ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് സർവൈവലാണ് ഗൈസ് കളിക്കേണ്ടത്. പക്ഷേ നമ്മൾ ഒരു ദിവസത്തിനുള്ളിൽ വേണം ഇതൊക്കെ ചെയ്യാൻ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളെ ടാസ്ക് ഇവിടെ തുടങ്ങാൻ പോകണം. നമുക്കപ്പോൾ ക്രിയേറ്റീവിന് ഒരു സ്വാഡ് എടുക്കാം ഗൈസ്. ഒരു ആക്സഡ് വേണ്ട ഗൈസ്, സ്വാഡൊന്നും എടുക്കാം. ഒരു ഡയമണ്ടിന് വേണ്ട ഗൈസ്, അതിനകത്ത് റേറ്റിന് എടുക്കാം. പിന്നെ നമുക്ക് എന്താണ് മറ്റേ ഈ ടാസ്ക് കുറച്ച് സിമ്പിളാണ് ഈസ്. കണ്ടുപിടിക്കാൻ വേറെ ഒന്നും വേണ്ട ഈസ്. അപ്പോൾ ഇതൊക്കെ മതി, നമ്മൾ തുടങ്ങാം ഈസ്. ഇപ്പം രാത്രി ആകാൻ പോവാണ്. നമ്മൾ കമാൻഡ് അടിച്ച് റെഡി ആക്കണം. അപ്പോൾ ഇവിടെ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓ ഗൈസ്, ഫസ്റ്റ് ഷീപ്പ് കൊന്ന്. സെക്കൻഡ് ഷീപ്പ്, പിന്നെ അടുത്ത ഷീപ്പാണ് ഗൈസ്. 2 ഷീപ്പ്, അതൊരു കഷ്ടമാണ് ഗൈസ്. നമുക്ക് ഷീപ്പാണ് വേണ്ടത്. ഓ പക്ഷെ നമ്മൾ കൊല്ലില്ല. ഇതാ ഷീപ്പ്, അടുത്ത ഷീപ്പ്. 3 ഷീപ്പാണ് ഗൈസ്. 8 ഷീപ്പ്, നമുക്ക് 10 ഷീപ്പ് ചെയ്യാം ഗൈസ്. 10 ഷീപ്പാണ് എൻ്റെ. 10 ഷീപ്പ് ഇപ്പോൾ വീണ ഗൈസ്. ബുഹരി വീണാൽ പിന്നെ ടാസ്ക് മൊത്തം കഴിയും. എവിടെ നമ്മുടെ ഷീപ്പ് ദാ ഗൈസ്. അടുത്ത ഷീപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ ആ ഷീപ്പിനെയും കൊന്നു. പിന്നെ വേറെ അയ്യോ സർവൈവലായിരുന്നു ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അല്ലെങ്കിൽ ഐസ് ക്രിയേറ്റീവ് എന്ന് ഇരുന്നോട്ടെ. നമുക്ക് അവിടെ ഇങ്ങനെ മാറ്റമൊക്കെ ചെയ്യേണ്ട ഐസ്. അപ്പോൾ വെറുതെ എന്തിനാ മാറ്റുന്നത്? നമുക്ക് ഈ ക്രിയേറ്റീവ് ചെയ്യാം. നമ്മൾ ചാടുന്നില്ല, സർവൈവൽ പോകുന്ന പോലെ തന്നെ ചെയ്യാം. അടുത്ത ആളിൽ നിന്ന് ഇപ്പം എത്ര എണ്ണായിസ്? ഇപ്പോൾ ഗൈസ് എത്ര എണ്ണമായി എന്ന് അറിഞ്ഞൂടാ. ഒരു 6 എണ്ണമൊക്കെ ആയി ഉണ്ടാവും. ഒരു 5 എണ്ണം കൂടി അത് ചെയ്യാം ഗൈസ്. എത്ര ആയിന്നൊന്നും അറിഞ്ഞൂടല്ലോ ഗൈസ്. ഞാൻ മറന്നു ഗൈസ് എത്ര ചെയ്തെന്ന്. അയ്യോ സർവൈവൽ ഇല്ലല്ലോ അല്ലേ. തനിച്ചിങ്ങ് പറക്കണ്ട ഗൈസ്, ചെറുതായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഒരു അംശം പോലില്ല ഷീപ്പിൻ്റെ. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ. അടുത്ത ഷീപ്പ് എവിടെയെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അടുത്ത ഷീപ്പ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷീപ്പൊക്കെ കിട്ടി. നമുക്ക് ആ ഷീപ്പിനെയും കൂടി ഒന്ന് എടുക്കാം. ചാടി അടിക്കുന്നു. ചാടിയില്ല, എന്നാലും ഏകദേശം കൊള്ളാം ഗൈസ്. നമുക്ക് കുറച്ച് ലാഗ് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ ഇതെന്താ ക്രിയേറ്റീവിൽ സ്വാഡ് വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റില്ല ഗൈസ്. ഇപ്പോൾ നമ്മൾ കൈ വെച്ച് തന്നെ പൊട്ടിക്കണമെന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് കാണുന്നില്ലല്ലോ. ഇവിടെ എവിടെയില്ല. സ്ഥല ക്രിയേറ്റീവ് ആയിരുന്നു, ചത്തില്ല. ഈ കാടുള്ള സ്ഥലത്ത് കൂടി കുറേ ഷീപ്പ് പോവും. നമുക്ക് ഇവിടെ ഒന്ന് നോക്കി നോക്കാം. ഞാൻ ഒരു ഷീപ്പും കൂടി എടുത്തിട്ട് നമുക്ക് നിർത്താം. ഈ ഒരു ടാസ്ക് ഇവിടെ നിർത്താം. അടുത്ത ടാസ്കുകളും കുറേ ഉണ്ട്. ഒരു ദിവസത്തിനുള്ളിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ. ചാടാൻ പറ്റുന്നില്ല.
അവിടെ ഇല്ല ഗൈസ്. കുറച്ചുകൂടി ദൂരോട്ട് അങ്ങോട്ട് പോവാം. ഞാൻ ആ മല കയറും ഗൈസ്. മല വരെ പോകുന്നു. അപ്പോൾ ഗൈസ് ഞാൻ മല ഏകദേശമൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഭയങ്കര ലാഗാണ് ഈ ഫോണിന്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ എനിക്ക് ഫോണൊക്കെ ഒന്ന് സീനാക്കാം. അവിടെ ഒന്നും വരുന്നില്ലല്ലോ. ഷീപ്പ് പോലും ഇല്ല. ഭയങ്കര ലാഗ് അടിക്കുന്ന എന്താണെന്ന് അറിഞ്ഞൂടാ. അറിയില്ല. പവർ സേവിങ് ഓൺ ആയിക്കൊന്ന് നോക്കാം. അപ്പോൾ ലാഗ് വേറെ എന്തിൻ്റെ ആണ്. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ലാഗ് പോക്കാൻ നോക്കാം. ഞാൻ ഇവിടെ വെള്ള കളറുണ്ട്. അടുത്ത ഷീപ്പ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ടാസ്ക് കൂടി കംപ്ലീറ്റ് ചെയ്യും. ഇനി അടുത്ത ടാസ്ക് എടുക്കാൻ പോവാം ഗൈസ്. അപ്പോൾ അയാളോടൊന്ന് പോയി ചോദിച്ചു നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗുഹേനകത്തോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ നിൽക്കണം ഗൈസ്. അപ്പോൾ അത് സർവൈവലാണ് ഗൈസ്. ഇത് ക്രിയേറ്റീവ് എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സർവൈവലാക്കാം ഗൈസ്. ഒരു ആർമറും പാടില്ല ഗൈസ്. എൻ്റെ ആകെ ഒരു സ്വാളുള്ളൂ. പിന്നെ ഒരു ആർമറൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് പോകാം. ഗൈസ് ഡാമേജ് ഒന്നും പറ്റില്ല. അപ്പോൾ ഗൈസ് എൻ്റെ സെറ്റിംഗ് ഒന്ന് കുറച്ച് മാറ്റാണ്ട്. സുഖമല്ല ഗൈസ് ഈ സെറ്റിങ് ഒന്ന് മാറ്റാൻ ഗൈസ്. കുറച്ച് ഇങ്ങോട്ട് നോക്കട്ടെ. ഇപ്പോൾ റെഡി. ഇവിടെ ഇല്ല ഗൈസ്. കുറച്ചുകൂടെ ഒന്ന് ഇങ്ങോട്ടാക്കുന്നുണ്ട്. സോറി ഗൈസ്. അത്ര മതി. അപ്പോൾ ഈ സെറ്റിംഗ്. അപ്പോൾ ഈ ടാസ്കിലൊരു വേറൊരു കാര്യം കൂടി ഉണ്ട്. നമുക്കെന്താണ് മറ്റേ ഈ ക്രീപ്പർ എന്ത് വന്നാലും നമ്മൾ അതിനെ നേരിടണം ഗൈസ്. പക്ഷേ എൻഡർമാനെ ചെയ്യണ്ട ഗൈസ്. അത് കുറച്ച് ഡേഞ്ചറാണ്. നമുക്ക് വെസ്റ്റ് ഒന്നുമില്ലെങ്കിൽ പിന്നെ അത് ഗൈസ് വേണ്ട ഗൈസ് പൊട്ടി. പക്ഷെ എനിക്കൊന്നും പറ്റിയില്ല ഗൈസ്. ഒരു ദിവസമാണ് ഗൈസ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ടാസ്ക് ഒക്കെ അല്ലേ 3 ടാസ്കുകളുണ്ട് ഗൈസ്. ഈ 3 ടാസ്ക് ഈ 2 ദിവസം കൊണ്ട് തീർക്കണം. 3 ടാസ്ക് 2 ദിവസം കൊണ്ട് ഗൈസ്. എന്ത് പാടാണ് വിച്ചുണ്ട്. പക്ഷെ നേരിട്ടേ പറ്റൂ. എൻഡർമാൻ അഴിച്ചിട്ട് ബാക്കി എല്ലാത്തിനും നേരിടണം ഗൈസ്. ഗൈസ് നമ്മൾ തോറ്റാലും കുഴപ്പമില്ല. അല്ല ഗൈസ് അയാൾ പറഞ്ഞു ഗൈസ് വേണ്ടാന്ന്. നമ്മൾ അകത്തോട്ട് പോയാൽ മതിയെന്ന്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. വേണ്ട ഗൈസ്. നമുക്ക് സേഫായി പോകാൻ. ചാവാണ്ട് വേണം പോവാൻ. അല്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ. ഗൈസ് നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അയ്യോ ഗൈസ് ഇതത്ര സേഫ് ഇല്ല ഗൈസ്. കുറച്ച് തിന്നേക്കാം ഗൈസ്. തിന്നരുതെന്നൊന്നും അയാളെന്തായാലും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ബ്ലോക്കൊക്കെ കയ്യിൽ പിടിച്ചിട്ട് പോകാം ഗൈസ്. ഒന്നും കാണുന്നില്ല ഗൈസ് ഇവിടെ. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒന്നും കാണുന്നില്ല ഗൈസ്. എനിക്ക് 1-2 ബ്ലോക്ക് കാണുന്നുണ്ട്. അല്ലാണ്ടൊന്നും കാണുന്നില്ല ഗൈസ്. കുറച്ച് വെളിച്ചം വന്നുണ്ട് ഇവിടുന്ന് ഗൈസ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും രാവിലെ രാത്രിയായിരുന്നു. പിന്നെ അവിടെ എന്താണെന്നറിയില്ല. ആകാശം താഴെയുണ്ട് ഗൈസ്. ആകാശമൊക്കെ ഗൈസ് മെല്ലെ താഴോട്ട് പോവാം. അയ്യോ ക്രീപ്പർ ഗൈസ്. ക്രീപ്പർ വന്നുണ്ട്. കുറച്ച് ഇങ്ങോട്ടൊന്ന് പോവാം. താഴോട്ടാണ് ഒരിക്കലും പോകണ്ടേ. ഗ്രാവലി ഇരുന്നത് ഗൈസ്. കുറച്ചൊന്ന് റിസ്ക് എടുക്കേണ്ടി വരും. ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് ഗൈസ്. നമ്മൾ ഇരുട്ടത്ത് നിന്ന് പാർക്കോർ ചെയ്യുന്നു ഗൈസ്. നമുക്ക് കുറച്ച് അങ്ങോട്ടാണ്.
ഇവിടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ട് ഇടയിരുന്നു. ഒരു മിനിറ്റ് വേണ്ട, സെറ്റിംഗ് ഒന്നും മാറ്റണ്ട. ക്രീപ്പർ ഒന്ന് കൊന്നാലേ ഇനി അതൊന്നു എങ്ങനെ നമ്മൾ താഴോട്ട് പോകും? അയ്യോ രാത്രിയാവാനേ എത്ര താഴോട്ട് പോകാൻ പറ്റുമോ അത്രയും താഴെ ആവുക. എന്തായാലും ഞാൻ ആവുമ്പോലെ ഗൈസ് ആയോന്ന് ചോദിക്കട്ടെ. ഇത്രയും മതിയോ? അയാൾ പറഞ്ഞ ഇത്രയും മതിയെന്ന്. നമ്മൾ നല്ല താഴോട്ട് പോയി. അയാൾ കൊടുത്ത ഒരാൾക്ക് പോലും അത്രയ്ക്കും താഴോട്ട് പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒന്ന് ക്രിയേറ്റീവിലോട്ട് കയറാം. എന്നിട്ട് അടുത്ത ടാസ്ക് ഒന്ന് പോയി ചോദിക്കണം. അവിടെ ഇത് പോയിട്ട് ടൈം ഡേ ആക്കണം. ഇത് നമ്മുടെ മൂന്നാമത്തെ ഡേ ആണ് ഗൈസ്. നമ്മൾ എന്തായാലും ജയിക്കണം. അപ്പോൾ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനത്തെ സംഭവം കാണുന്നില്ലേ, കശുവണ്ടി. നമ്മൾ കുറേ എണ്ണം പറക്കണം. എത്ര എണ്ണം? 10 എണ്ണം നമ്മൾ ഒരു ദിവസം കൊണ്ട് പറക്കണം ഗൈസ്. ഈ കശുവണ്ടിയൊക്കെ നമുക്ക് കുറയ്ക്കാം. നമുക്ക് സർവൈവൽ തന്നെ ചെയ്യാം ഗൈസ്. ഫസ്റ്റത്തെ ടാസ്ക് നമ്മൾ സർവൈവൽ ചെയ്യാൻ മറന്നുപോയി. എന്നാൽ ഈ ടാസ്ക് നമുക്ക് സർവൈവൽ ചെയ്യാലോ. 2 ഇതും കൂടി കൂട്ടും ഗൈസ്. ഇപ്പം 5 മറ്റേത് കുറച്ച് 5 ആവും. അതുകൊണ്ട് 5 ആയിട്ടുണ്ട്. അപ്പോൾ 8 9 ഇത് ഭയങ്കര ഈസി ടാസ്ക് ആയിരുന്നു. പിന്നെ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു സ്പൈഡറിനെ കണ്ടാൽ ആ സ്പൈഡറിനെ കൊല്ലണം. അയാളുടെ ഏക ശത്രു എന്ന് വെച്ചാൽ സ്പൈഡറാണ്. സ്പൈഡറിനെ നമുക്കൊന്ന് കൊന്നു കൊടുക്കാം. എന്തൊക്കെയോ മെസ്സേജൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗായ്സ് കൊന്ന് കുഴിച്ചു പോയി. ഗായ്സ് 2 സ്ട്രിങ് കിട്ടി. എവിടെ നിന്ന് അറിഞ്ഞൂടാ. എവിടെ അടുത്ത സാധനം എവിടെയാന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഗായ്സ് എവിടെ അടുത്തത് കാണുന്നില്ല. അവിടെ ഉണ്ട്. അവിടെ ഒരെണ്ണം കണ്ടേ. നിങ്ങൾക്ക് വേറെയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അവിടെ മുകളിൽ തന്നിട്ട് നമ്മൾ ഹാർഡായിരിക്കും എടുക്കുക. മുകളിലോട്ടൊന്ന് കയറണം. അതിനായിട്ട് കുറച്ചൊന്ന് ബ്ലോക്ക് എടുക്കട്ടെ. ഇത്രയും ബ്ലോക്ക് മതി മുകളിലോട്ട് കയറാൻ. അതുകൊണ്ട് നമുക്ക് മുകളിലോട്ട് കയറാം. വില കൂട്ടി താഴോട്ട് ഇറങ്ങാം. എത്തി ഗായ്സ്. 10 എണ്ണം കംപ്ലീറ്റ് ചെയ്ത് ഗായ്സ്. അപ്പോൾ വീഡിയോ എൻഡ് ചെയ്യുന്ന നിങ്ങൾക്കൊന്ന് ടിങ് വെച്ചൊക്കെ ഉണ്ടാവും. മറ്റേ മെസ്സേജിൻ്റെ ആണ് ഇതല്ല ഭയങ്കര ലാഗാണ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെന്തൊക്കെയാണ് മെസ്സേജ് വരുന്നത്? നമ്മൾ എന്തായാലും ജയിച്ചില്ല. ഇനി എന്തായാലും ചാവണ്ടേ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ താഴെ വരെ എത്ര ഇറങ്ങാൻ പറ്റുന്നത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് അതിൻ്റെ പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ.